എല്ലാവർക്കും നമസ്കാരം. ട്രിപ്പ് ട്രോയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ തന്നെ നമ്മളിന്നിപ്പോൾ ഒരു ചെറിയ ട്രാവലിലാണ്. പക്ഷേ ഇന്ന് ട്രാവൽ അല്ല നമ്മുടെ വിഷയം. ഇന്ന് നമുക്ക് ഒരു പുതിയൊരു ഒരു സബ്ജക്റ്റ് ആണ്. നമ്മളൊരു പുതിയൊരു സെഗ്മെന്റ് ആണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ യാത്ര നമ്മൾ അങ്ങോട്ടേക്ക് പോണ വഴിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ സബ്ജക്റ്റ് ആണിത്. കിടിലൻ ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് സസ്പെൻസ് കളയുന്നില്ല. നമുക്ക് നേരെ ചെന്ന് നമുക്ക് സർപ്രൈസ് എന്താണ് നമുക്ക് കാണാം. ഒരു പുതിയ സെഗ്മെന്റ്. അപ്പോൾ എല്ലാവരും നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അപ്പോൾ അത് ഞാൻ പറയില്ല, അത് ഒരുപാട് എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതിപ്പോൾ വോയിസ് ക്വാളിറ്റി ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അത് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഒരു ചെറിയൊരു ഡ്രൈവ് ഉണ്ട്, ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളിവിടെ സ്ഥലത്തെത്തി. നമുക്കിനി ആ കാഴ്ച എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഞാൻ പറയല്ലേ, ഒരു പുതിയ സെഗ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. ജസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമെന്ന്. ഹലോ, നമസ്കാരം ചേട്ടാ. ജസ്റ്റ് നല്ല മഴയായി പോയില്ലേ? അതെ, ചെറിയ മഴ. അപ്പോൾ ഇത് ഞാനിവിടെ ഉള്ളത് നമ്മുടെ ബിനോയ് ചേട്ടൻ്റെ സിമിച്ചേച്ചിയുടെ വീട്ടിലാണ്. അവർ കോലഞ്ചേരിക്കാരാണ്. അപ്പോൾ കോലഞ്ചേരിക്കാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഹായ്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഈ സെഗ്മെന്റ് ഒരു പുതിയ സെഗ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഹോം സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബിനോയ് ചേട്ടൻ്റെയും സിമി ചേച്ചിയുടെയും വീടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ അടിപൊളി കാഴ്ചകളിലേക്ക് നമുക്ക് പോയേക്കാം. നമ്മൾ ഈ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ വോളിലുള്ള ഈ സ്റ്റോൺ വർക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീട് ജസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഞാൻ വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നുമില്ല, വെറൊരു പ്ലെയിൻ വീടാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനോയ് ചേട്ടൻ്റെ സ്വന്തം ഇതുകൊണ്ട് ബിനോയ് ചേട്ടൻ സ്വയം ചെയ്ത കാര്യങ്ങളാണ് ഇത് മൊത്തം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇന്നത്തെ എല്ലായിടത്തും നമ്മുടെ ബിനോയ് ചേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട് ഈ സംഭവത്തിൽ. ഓസ്ട്രേലിയയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ഓപ്പൺ പ്ലാൻ രീതി തന്നെയാണ് ഈ വീടും ഫോളോ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയാണത്. ഈ വോൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറൊരു സാധാരണ ഒരു പെയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളായിരിക്കും ചിലർക്ക്. ഇത് അറിയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇത് സാധാരണ ഒരു പെയിൻറ്റ് നല്ല രസമുണ്ട് കാണാൻ, പക്ഷേ സാധാരണ ഒരു പെയിൻ്റ് ആയിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പം പക്ഷേ ഇതൊരു സ്പെഷ്യൽ വോളാണ്, സ്പെഷ്യൽ പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബിനോയ് ചേട്ടൻ പറയുന്നത് കറക്റ്റായിട്ട് എന്ത് സംഭവം എന്നുള്ളത്.
ഇത് ഡൂലക്സിൻ്റെ തന്നെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ റസ്റ്റിക് ഫീച്ചർ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നമ്മളൊരു 72 hours വേണം ഇത് ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഓരോ 12 hours ഓരോ ലെയർ ബൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമാണ് അയണിൻ്റെ ഓർ നമ്മൾ പെയിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തിയതിന് ശേഷമാണ് നമുക്ക് ഇതേ ഫീച്ചറിലേക്ക്. ശരിക്കും തുരുമ്പാണ്. ശരിക്കും ഒറിജിനൽ തുരുമ്പ് തന്നെയാണ്. വാളിൽ തുരുമ്പ് പിടിപ്പിച്ചിട്ട് നമ്മളത് സീൽ ചെയ്തേക്കുവാണ്. കിച്ചണിനോട് ചേർന്ന് ഓസ്ട്രേലിയയിൽ പൊതുവെ കാണുന്ന രീതിയിലുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വോക്ക് ഇൻ പാൻട്രിയാണുള്ളത്. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി നേരം നമുക്ക് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനവിടെ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻ്റ് ഒരു പ്രത്യേകതയാണ്. പല മുറികളിലാണെങ്കിലും ഈ ഒരു നമ്മുടെ ഒരു പില്ലേഴ്സിനാണെങ്കിലും, ഇപ്പോൾ ഈ പില്ലറാണെങ്കിൽ ഇത് മെറ്റാലിക് പെയിൻ്റ് ആണ്. ക്യാമറയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടത്തില്ല. ശരിക്കും ഒരു ഫുള്ളൊരു ഗ്ലിറ്ററിങ് ഒരു ഇതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തം. പക്ഷേ നമ്മൾ ക്യാമറയിൽ ഞങ്ങൾ നോക്കിയിട്ട് ആ ഒരു അത്രയും ഒരു ഇത് കിട്ടുന്നില്ല. ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു 4 bedroom വീടാണ്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകൾ നമുക്ക് കാണാം. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഈ ബാൽക്കണി ഈ വീടിൻ്റെ ഒരു അടിപൊളി ഒരു അട്രാക്ഷനാണ്. അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന് വളരെ വിശാലമായിട്ടുള്ള ഒരു വോക്ക് ഇൻ റൂമും അതോടുകൂടി തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓൺസൈറ്റ് ബാത്റൂമും നമുക്കിവിടെ കാണാം. ഓസ്ട്രേലിയയിൽ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമാണ് പൊതുവെ ഓൺസൈറ്റ് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം കാണുന്നത്. വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുറി അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതൊന്നും ശരിക്കും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും ക്യാമറയിൽ കിട്ടില്ല. അതിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും നമ്മൾ കാണുന്ന പലരെയും പോലെ ഞാനൊരു സിനിമാ ഭ്രാന്തനാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു അടിപൊളി സംഭവമാണ്. ശരിക്കും തിയേറ്റർ മാറി നിൽക്കുന്ന ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സൗണ്ട് സിസ്റ്റം അറ്റ്മോസ് ആണ്. അപ്പോൾ ശരിക്കും അറ്റ്മോസ് അറിയാമല്ലോ, നമുക്ക് ശരിക്കും മോളിൽ നിന്നുള്ള ഒരു ശരിക്കും സൗണ്ട് എഫക്റ്റ് ഭയങ്കര 360 ഡിഗ്രിയിൽ നമുക്ക് സൗണ്ട് എഫക്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു കിടിലൻ സംഭവമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫുള്ള് സെറ്റപ്പ് ചെയ്ത് ഈവൻ പെയിന്റ് തൊട്ട് അടിച്ചിരിക്കുന്നത് നമ്മുടെ ബിനോജ് ചേട്ടൻ തന്നെ ചെയ്തതാണ് ഈ ഫുൾ സെറ്റപ്പ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരിക്കും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു. ഇപ്പം എല്ലായിടത്തും നമ്മൾ ഒരു എന്താ പറയുക സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒന്ന് സെറ്റ് ചെയ്താൽ അത്രയും ഒരു ചിലപ്പോൾ ഒരു എഫക്റ്റ് വരണമെന്നില്ല. പക്ഷേ ഇത് ശരിക്കും ഒരു കറക്റ്റ് തിയേറ്ററിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്.
വീടിനകത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. പുറത്തുനിന്ന് കുറേ അടിപൊളി വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ച കാണാം. കുറേ നല്ല അടിപൊളിയായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ റീപ്ലാന്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെനക്കെട്ട പരിപാടിയാണ്. ശരിക്കും ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സീസണിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ വിന്റർ സമ്മറും നല്ല ഇതാണല്ലോ. ശരിക്കും സമ്മറിൽ പിടിക്കുന്ന സാധനമൊന്നും വിന്ററിൽ ഇത് ചെയ്യത്തില്ല. അപ്പം ശരിക്കും ഇതിപ്പോൾ നല്ല വിന്ററാണ്, ശരിക്കും മിഡിൽ ഓഫ് വിന്ററാണ്. അപ്പോൾ നല്ലൊരു പേഷ്യൻസും നല്ലൊരു എഫേർട്ടും എടുക്കേണ്ട ഒരു സാധനമാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. അത് നല്ലൊരു മനസ്സുണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. അത് ചേച്ചിക്ക് ഉണ്ട് എന്തായാലും. ഇത് ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ബാർബിക്യൂ, ഒരു ഔട്ട്ഡോർ ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ വീടുകളിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സമ്മറൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഒന്ന് അടിച്ചു പൊളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരു ബാർബിക്യൂവും ഒരു ടേബിളും അങ്ങനെ. ചെറിയൊരു ഗാർഡൻ ഷെഡൊക്കെ ഉണ്ട് ഇവിടുത്തെ. നമ്മുടെ അത്യാവശ്യം ഇതിന് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ചെറിയൊരു ഗാർഡൻ ഷെഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പുറത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഇനി ഈ വീടിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോം സെഗ്മെൻറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഈ വീടാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ റീസൺ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു, നമ്മുടെ വിനോദ് ചേട്ടനും സിമി ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ വീടിൻ്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഞാൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ കണ്ടാണ്. അപ്പം ബിൽഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ്, ഒരു സാധാരണ ഒരു ബേസ് മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടല്ലോ ഒരുപാട് പെയിൻറ്റിങ്ങും അങ്ങനത്തെ ഡിഫറെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതെല്ലാം വിനോദ് ചേട്ടൻ സ്വയം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ സ്വന്തം ഒരുപാട് അപ്പം അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാണല്ലോ, ഞാൻ ആദ്യമായിട്ട് വിനോദ് ചേട്ടനെ പരിചയപ്പെടുന്നത് 2015 അപ്പോൾ 2015 കാണുമ്പോൾ വിനോദ് ചേട്ടൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ട വീടിൻ്റെ മൊത്തം പ്ലാനും കാര്യങ്ങളും എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലാണ് ഈ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആ ഒരു വീടിനോടുള്ള ഒരു പാഷൻ, അതിൻ്റെ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിനോദ് ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ വിനോദ് ചേട്ടന് ഫസ്റ്റ് തന്നെ എന്താണ് ഈ വീട്ടിൽ വിനോദ് ചേട്ടനും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? വീട്ടിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ വീട് വെച്ചപ്പോൾ ആദ്യം തന്നെ ഉദ്ദേശിച്ചത് നമുക്ക് ജോലി സ്ഥലത്ത് ഏറ്റവും അടുത്തായിരിക്കും സ്ഥലമായിരിക്കണം. പിന്നെ സേഫ്റ്റി ആദ്യം. അപ്പോൾ നല്ല കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. അതുകൊണ്ട് ടൗണിനടുത്താണ്. ഞങ്ങൾ ജോലിക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾ 2014 ഇവിടെ സ്ഥലം മേടിക്കുന്നത്. ഗോൾഫ് ഇതിന് ശരിക്കും ഒരു ഗോൾഫ് ക്ലബിനകത്താണ് വീട്. ഒരു പ്രീമിയം ലാൻഡാണ് ശരിക്കും. ഇതിന്റെ ചുറ്റും ഇതിന്റെ പുറത്തുമൊക്കെ ഗോൾഫിന്റെ കോഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിത് ശരിക്കും നമ്മുടെ ആ ഒരു വീഡിയോയിലും മുകളിലുള്ള ഒരു വീഡിയോയിലുണ്ട് ശരിക്കും ഗോൾഫ് കോഴ്സിന്റെ 2-3 ഹോൾസ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പിന്നെ ബാക്കി അതിനുശേഷം അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഞങ്ങൾ ടാസ്മാനിയയിലായിരുന്നു അതിന് മുമ്പ്. അപ്പോൾ അന്നേരം മുതൽ ഞങ്ങൾ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വീട് വെക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മൂവ് ചെയ്ത് സ്ഥലം മേടിച്ചു നമ്മളിവിടെ. അതിനുശേഷം ഒരു 6 മാസത്തിനുള്ളിലാണ് നമ്മളൊരു ബിൽഡറെ കണ്ടുപിടിച്ച് നമ്മളൊരു പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡെന്നിസ് ഫാമിലി വഴിയാണ് ഈ വീടിൻ്റെ സ്ട്രക്ചർ പണിത്. സ്ട്രക്ചർ എന്ന് പറയാൻ കാര്യം നമ്മൾ പല കാര്യങ്ങളും അവിടെ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തെടുത്തു. ഫ്ലോറിംഗ് ഉണ്ടായിരുന്നില്ല, കാർപ്പറ്റ് ഇല്ല, റെൻഡറിങ് ഇല്ല, സ്റ്റോൺ വർക്ക് ഇല്ല, ബാത്റൂം ടൈൽസ്, ബാത്റൂം ഫിറ്റിങ്സുകൾ, ഇതെല്ലാം നമ്മളാണ് ഇത് ചെയ്തത്. ഞാൻ കിട്ടുന്ന സമയത്ത് വീട് ജസ്റ്റ് സ്ട്രക്ചർ തീർത്തിട്ട് തരുവാണ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ വീട് കിട്ടുമ്പോൾ വളരെ ബേസിക് ഫ്ലോർ പോലും ഇല്ല. ഫ്ലോർ ഉൾപ്പെടെ
നമ്മുടെ വിനോദ് ചേട്ടൻ ചെയ്തായിരുന്നു. കാർപ്പറ്റില്ല, റെൻഡറിങ്, ഫ്രണ്ടിലെ ഒരു ടൈൽ വർക്കുകൾ ഒന്നുമില്ല. അവരുടെ ടൈലില്ല. ഇപ്പൊ ബാത്റൂം ടൈൽസുകളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യാണ്. ഈ ഫ്ലോർ ഹാൻഡ് ഓവറിന് ശേഷമാണ് ഫ്ലോർ ചെയ്തതും കാർപ്പറ്റ് ചെയ്തതും ഫ്രണ്ട് റെൻഡർ ചെയ്തതും പിന്നെ ഗ്രാനൈറ്റ് വർക്കുകൾ പിന്നെ ഗാർഡൻ വർക്ക് അതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് പിന്നെ ചെയ്തു തുടങ്ങിയത്. നമ്മുടെ തിയേറ്റർ റൂം അതിനെ കുറിച്ച് പറയുന്നത് ഹോം തിയേറ്റർ എന്റെ ഒരു ഡ്രീം ആയിരുന്നു. ശരിക്കൊരു വീട് നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് അന്ന് ഹോം തിയേറ്റർ ആയിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു വലിയ സ്പീക്കർ സിസ്റ്റം ആംപ്ലിഫയറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വലിയൊരു ആഗ്രഹം വീട് ഇവിടെ വെക്കുമ്പോൾ ഒരു ഹോം തിയേറ്റർ ഹോമായിട്ട് അതുകൊണ്ട് ഞാൻ ബൾക്കായിട്ടൊക്കെ നേരത്തെ അവരോട് തന്നെ പറഞ്ഞു വെച്ചു. അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അത് പ്ലാനിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ അവിടെ കുറച്ച് എന്തായിരുന്നു വോഡ്കയും വിസിറ്റേഷൻ ചെയ്തിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു മദ്യം കഴിച്ചു. സംഭവം ചെയ്തിട്ടില്ല. അതൊന്നും പറയുമ്പോൾ എനിക്കറിയാം കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എടുത്ത് അതിനകത്ത് നിറച്ച് സ്വർണ്ണോസും എല്ലാ സംഭവങ്ങളും അതിനകത്തിരിപ്പുണ്ട്. അപ്പൊ പക്ഷെ വിനോദ് ഒന്നും കഴിക്കുന്ന ഒരാളല്ല. ശരിക്കും വിസിറ്റേഴ്സ് വരുമ്പോ കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് ബിയർ ഉണ്ട്. ബിയർ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ഇത് കാണണ്ട, അവര് കുറ്റിമറിച്ചുള്ള കാര്യം. അല്ല വരുന്നവരും മിക്കവരും നമുക്ക് ഇപ്പൊ കിഡ്സ് ആയിട്ട് വന്നവരും നമ്മൾ കൊടുക്കില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ അല്ലാതെ അന്ന് വെച്ചാൽ അങ്ങനെ മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നല്ല. നമ്മുടെ ചാനലിലൊന്നും ഒരിക്കലും മദ്യപാനം അല്ലെങ്കിൽ അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു തമാശയായിട്ട് പറഞ്ഞാൽ എനിക്കത് ആ വീഡിയോ എടുത്തപ്പോൾ ഒരു തമാശയായിട്ട് തമാശയായിട്ട് അത് ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കും. അതെ ഒരു ഷോയ്ക്ക്. പിന്നെ ചേച്ചിക്ക് എന്താ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഈ വീട്ടിലെ? ഏറ്റവും പുറത്ത് പോകണ്ടല്ലേ? അപ്പൊ എന്തായിരുന്നു ചേച്ചിക്ക് പോണ്ട്? എന്തായിരുന്നു ശരിക്കും വിനോദ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തതാ പോണ്ടിൽ ആക്ച്വലി. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ എന്തെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻസും നിങ്ങൾക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻസ് ഉണ്ടാവും. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയ്ക്ക് ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത നമ്മുടെ വിനോദ് ചേട്ടനും സിമി ചേച്ചിക്കും ട്രിപ്പ് ട്രോയുടെ പേരിൽ ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.